ഇന്ന് പുലർച്ചെ 12 മണിക്കാണ് ഭവൻ എന്ന് പറയുന്ന ആമ്പല്ലൂർ സ്വദേശി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കുറച്ച് അസ്ഥികളുമായാണ് എത്തിയത്. തനിക്ക് ഉണ്ടായ കുട്ടിയെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ഞെട്ടലോടുകൂടിയാണ് പുതുക്കാട് പോലീസ് കണ്ടത്. പ്രാഥമികമായി പരിശോധന നടത്തി അതിനുശേഷം ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ചു. ഈ 2 കുട്ടികളെയും കൊലപ്പെടുത്തി എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതിനനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും മറ്റ് നടപടികൾ ആരംഭിക്കുന്നതും തെളിവെടുപ്പ് നടത്തുന്നതുമെല്ലാം. അനീഷയുമായുള്ള തെളിവെടുപ്പാണ്. വീടിന് സമീപത്തുള്ളൊരു സ്ഥലത്താണ് അനീഷ കുഞ്ഞിനെ കുഴിച്ചിട്ടത്. ഈ സ്ഥലം പോലീസിന് മുന്നിൽ വ്യക്തമാക്കി. അനീഷയുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തി. അതിനുശേഷം അനീഷ പറഞ്ഞു താൻ വീടിന് സമീപത്തുള്ള തേക്കിന് സമീപത്തുള്ള സ്ഥലത്ത് വെച്ചാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടത്. അവിടെ വെച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അനീഷയോട് ചോദിച്ച് എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയാണ്. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവിടെ നിന്നാണ് ശേഖരിക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ അനീഷ ഭവന് കൈമാറിയ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ എന്തൊക്കെയുണ്ട്, അത് ഇവിടെ നിന്നുള്ളതുമായി താരതമ്യം ചെയ്യണം. അത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. ഫോറൻസിക് സംഘമുണ്ട്. ഇപ്പോൾ അനീഷയുമായുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അനീഷ പോലീസിന് മുന്നിൽ വിശദീകരിക്കുകയാണ്. ആ നടപടി പ്രധാനമായും എന്തൊക്കെയാണ് ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അനീഷ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം ഭവൻ അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ആദ്യം ആദ്യത്തെ കുഞ്ഞിനെ 2021 കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം കുഴിച്ചിടുന്നു. അത് അയൽവാസി കാണുന്നു. അയൽവാസിയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നൊരു കാര്യം. അത്തരത്തിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം നാട്ടിൽ പലപ്പോഴും സംസാരമായപ്പോൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹം 8 മാസത്തിന് ശേഷം അവിടെ നിന്ന് മാറ്റി. ഏതാനും അസ്ഥികളാണ്, അത് മാറ്റി ഇവിടെ നിന്ന് ഭവന് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷം ഭവൻ അത് മറ്റൊരു സ്ഥലത്ത് വീട്ടിൽ തന്നെ ആമ്പല്ലൂരിലെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത് വച്ച് ഭീഷണിപ്പെടുത്താമെന്നുള്ളതായിരുന്നു ഭവൻ കണക്കാക്കിയിരുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമാകുന്ന കാര്യം അയൽവാസി മാതൃഭൂമി ന്യൂസിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി 2021 അനീഷ ഇത്തരത്തിൽ എന്തോ ഒരു വസ്തു ഇത്തരത്തിൽ ബക്കറ്റിൽ കൊണ്ടുവരികയും അത് കുഴിച്ചിടുന്നത് കണ്ടു എന്നുള്ളതാണ്. അന്ന് അനീഷ എന്നിട്ട് ആ അയൽവാസിക്കെതിരെ പരാതി നൽകി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്നുള്ളതൊക്കെയായിരുന്നു പരാതി. അന്ന് വെള്ളിക്കുളങ്ങര പോലീസ് അവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തരുതെന്ന് പറഞ്ഞു വിടുകയായിരുന്നു. അന്ന് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടായാൽ ഒരു പക്ഷേ അന്ന് തന്നെ 2021 തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതാണ്. അന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു കുഴി കുത്തുന്നുണ്ടായി. അപ്പോൾ ഞാൻ കോഴിയോട് കുക്കണ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോയി. അത് ഇവളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ്. ചേച്ചിക്കെതിരെ പരാതി കൊടുത്തു. കുഴിക്കുന്നത് കണ്ടിരുന്നോ? കുഴി കുഴിക്കണേ ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. ഇവിടെ എന്തിട്ട് കുഴിച്ചിട്ടെന്നൊക്കെ അറിയില്ല. കുഴി കൊത്തണേ ഞാൻ കണ്ടു. എൻ്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, അത് അന്ന് അവർ പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ അപ്പൊ എന്നോട് എന്തിട്ടാ പറഞ്ഞെന്നറിയോ, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചേച്ചി, നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവണ്ട. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. പിന്നീട് ഈ അനീഷ മാത്രമല്ല, അനീഷ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഈ ഭവനും അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. 2 കേസിലും കൊലപാതക കേസാണ് എടുക്കുന്നത്. 2 പേരെയും കുട്ടികളെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ഏതായാലും അതിൻ്റെ തെളിവെടുപ്പുകൾ പൂർത്തിയായി. ഇത്തരത്തിൽ തെളിവെടുപ്പ് പ്രധാനമായും വളരെ നിർണായകമാണ് ഈ കേസിൽ. കാരണം ഈ കുറവ് വർഷങ്ങൾക്ക് മുൻപ് നടന്നതായതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ കുറവായിരിക്കും. മറിച്ച് ശാസ്ത്രീയ തെളിവുകൾ വലിയ രീതിയിൽ ശേഖരിക്കണം. എങ്കിൽ മാത്രമേ ഈ കേസിൽ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ വിജയമൊക്കെ സാധ്യമാകൂ.
ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി 2 കാലങ്ങളിൽ, ഒന്ന് 2021 പിന്നൊന്ന് 2024 നടന്നത്. ഇതിൽ 2021 നടന്ന കേസിന് IPC സെക്ഷൻസ് പ്രകാരം ആണ്, അല്ലെങ്കിൽ IPC വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കേണ്ടത്. പിന്നീട് 2024 നടന്ന ആ സമയത്തെ ഭാരത ന്യായ സംഹിത വരികയും ചെയ്തു. അപ്പോൾ ഏത് രീതിയിൽ കേസെടുക്കണം തുടങ്ങിയ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. 2 രീതിയിൽ 2 നിയമങ്ങൾ വച്ചാണ് ഈ 2 കേസിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. മാൽഗോഡ് സി മോഹനും സുജി പട്ടാമ്പിക്കുമൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.